എല്ലാവർക്കും നമസ്കാരം. പുതുവർഷം 1201 ധനുക്കൂർ ഒരു സാമാന്യ ഫലമാണ് പറയണത്. ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് മൂലം, പൂരാട, ഉത്രാടം, കാല്. ഇവർക്ക് ഈ വർഷം സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാവും. പുതിയ അംഗീകാരങ്ങളും ഉന്നത സ്ഥാനമാനങ്ങളൊക്കെ കിട്ടും. പുതിയ വീട് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് കൂടെ ചെലവുകളും നമുക്ക് വന്നു ചേരും. വീട് വിട്ടുള്ള താമസമൊക്കെ ഈ കണ്ടകശനി കാലത്തായതുകൊണ്ട് നമുക്ക് ചെറിയ ദുരിതങ്ങളൊക്കെ നമുക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട്. വിവാഹാദി മംഗളകർമ്മങ്ങളൊക്കെ നടക്കും ചെറുപ്പക്കാർക്കൊക്കെ. ഉദ്യോഗാർത്ഥികൾക്ക് സർക്കാർ ജോലി ലഭിക്കും. സാമ്പത്തിക വർധനവ് ഉണ്ടായി നമുക്ക് ഭൂമിയൊക്കെ മേടിക്കാൻ പറ്റുന്നതാണ് പറയണത്. പിന്നെ വ്യാഴത്തിൻ്റെ ക്ഷേത്രമായതുകൊണ്ട് പൊതുവെ ഇവർ സമാധാനപ്രിയരാണ്. കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിലും അതിനൊരു പരിഹാരം നമുക്കവിടെ കാണും. ധനത്തിനും കർമ്മത്തിനും കുറവ് വരില്ല. ചെറിയ ചെറിയ അസ്വാരസ്യങ്ങളൊക്കെ നമുക്ക് കുടുംബത്തിൽ വരും. അതൊക്കെ നമ്മൾ സ്വയം പരിഹരിക്കണം. ജോലിയിലെ സമ്മർദ്ദം അത് നമ്മൾ ആരോഗ്യപരമായിട്ട് നമുക്ക് ബാധിക്കാൻ പാടാതെ നോക്കണം. പ്രവൃത്തിയിലും കർമ്മരംഗത്ത് ഉയർച്ച ഉണ്ടാകും. പിന്നെ വർഷാവസാനം കൂടുതൽ അവസരങ്ങൾ തേടിയെത്തും ചെയ്യും. ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കുവാൻ സാധിക്കണമെന്നാണ് പറയണത്. കണ്ടകശനിയുണ്ട്. എന്തെങ്കിലും മാതാവിനോ അസുഖങ്ങളൊക്കെ വരാതെ നമ്മൾ ശ്രദ്ധിക്കുക. അവരോടൊക്കെ ഉപദേശം കൊടുക്കുക. വീഴാണ്ടൊക്കെ നോക്കുക. പ്രായം ചെന്ന ആളുകളൊക്കെ ആണെങ്കിൽ പൊതുവേ ഇവർക്ക് പ്രണയിച്ച ആളിനെ വിവാഹം വഴി സ്വന്തമാക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഈ വർഷം പൊതുവെ അവർക്ക് ഈ വർഷം തെറ്റില്ല. പരിഹാരമായിട്ട് നമുക്ക് ശനിക്കും കേതുവിനും പുഷ്പാഞ്ജലി ചെയ്യുക. ശിവഭഗവാന് മൃത്യുഞ്ജയ ഹോമം നടത്തുക, അർച്ചനകളൊക്കെ നടത്തുക. മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച് വരിക വ്യാഴാഴ്ച ദിവസങ്ങളിൽ. ഭദ്രകാളിക്ക് രക്തപുഷ്പാഞ്ജലി, നെയ്വിളക്ക് എന്നിവയൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. നന്ദി, നമസ്കാരം.